PR അരവിന്ദ് കൂടി ചേരുന്നുണ്ട്. അരവിന്ദ്, കഴിഞ്ഞ ദിവസം ഈ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം വിട്ടു നൽകാത്തതിൽ വലിയ വിവാദം ഉണ്ടായിരുന്നു. കേന്ദ്രം അതിൽ ഇടപെട്ടു. എങ്ങനെയാണ് അത് വിവാദത്തിനെ ഒരു തരത്തിൽ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ തീരുമാനം? ഡൽഹി എന്തായാലും മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിലും സ്ഥലം അനുവദിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു ട്രസ്റ്റ് രൂപീകരിച്ച് സ്ഥലം കൈമാറും. ഈ വിവാദം അനാവശ്യമെന്ന് തന്നെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിരുന്നു. പ്രധാനമായും 2013 UP സർക്കാരിന്റെ കാലത്താണ് ആ സ്മാരകങ്ങൾ അനുവദിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് പോയത്. പൊതുവായൊരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന സ്ഥലത്ത് ഇത്തരത്തിൽ പ്രധാനമന്ത്രിമാരാകട്ടെ, അതുപോലെ തന്നെ അത്രയും പോർട്ട്ഫോളിയോ ഉള്ളവർ അവിടെ സംസ്കാരം അവിടെ അനുവദിച്ചാൽ ഒരു തീരുമാനം എടുത്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് തന്നെ സ്മാരകം നൽകണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തിയത്. എന്തായാലും ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ സ്മാരകത്തിന് പ്രത്യേകം ഇടം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. BJP അടക്കം ഇതിനെ രാഷ്ട്രീയ വിവാദമാക്കേണ്ട എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അനാവശ്യമായ ഒരു വിവാദമെന്നാണ് BJP ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രത്യേക സ്മാരകത്തിന് സ്ഥലം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുമെന്ന് കുടുംബത്തെ അറിയിച്ചതായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്തായാലും ഇപ്പോൾ പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ ACC ആസ്ഥാനത്ത് അവസാനിച്ചിരിക്കുകയാണ്. ACC ആസ്ഥാനം അവരുടെ പ്രിയപ്പെട്ട നേതാവായ മൻമോഹൻ സിംഗിന് യാത്രാമൊഴി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വിലാപയാത്രയായി ഉടൻ തന്നെ നിഗബോ ഘട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കും. 11:45 സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇവിടെ 8:30 മുതൽ 9:30 വരെയായിരുന്നു പൊതുദർശനം ക്രമീകരിച്ചിരുന്നെങ്കിലും വസതിയിലടക്കം മതപരമായ ചടങ്ങുകൾ ഉള്ളത് കൊണ്ട് തന്നെ 9:15 മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ACC ആസ്ഥാനത്ത് എത്തിച്ചത്. കൃത്യം 10 മണിക്ക് തന്നെ പൊതുദർശനം അവസാനിച്ചു. ഇപ്പോൾ നിഗബോ ഘട്ടിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കുകയാണ്. ശരി, ധനസുബോധ് വീണ്ടും ശരിയാണ്. ധനസുബോധ്, നേരത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഇപ്പോൾ കോൺഗ്രസിനുള്ള നഷ്ടം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന് എത്ര വലിയ നഷ്ടം എന്നതുകൂടിയാണ് പറഞ്ഞു പോകേണ്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, നമുക്കറിയാം ഒരു പ്രധാനമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ സോണിയാഗാന്ധി ഒരു മടിയുമില്ലാതെ മൻമോഹൻ സിംഗിന്റെ പേരിലേക്ക് എത്തിയ കാഴ്ചയൊക്കെ രാജ്യം കണ്ടതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് അപ്പുറത്തേക്ക് രാജ്യത്തെ സംബന്ധിച്ച് അത്രയും മോശമായിരുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന വ്യക്തി, അല്ലെങ്കിൽ അത്തരത്തിലൊരു തന്ത്രജ്ഞൻ എന്ന രീതിയിലൊക്കെ എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്?